പ്രിയപ്പെട്ടവരെ നമസ്കാരം. നമ്മൾ വീണ്ടും പാചകമായിട്ട് വന്നിരിക്കുകയാണ്. ഇന്നുണ്ടാക്കുന്നത് കായക്കുത്തരിശ്ശേരി എന്ന് പറയുന്ന ഒരു സാധനമാണ്. പലരും കേട്ടിട്ടുള്ളതായിരിക്കും, പക്ഷെ ഞങ്ങളത് കേട്ടിട്ടുണ്ടായിരുന്നില്ല. നമുക്ക് ബിപിൻ എന്ന് പറയണ നമ്മുടെ സബ്സ്ക്രൈബർ നിരന്തരം നമ്മളുടെ കുറേ നാളുകളിലത്തെ വീഡിയോകളൊക്കെ എടുത്ത് നോക്കി കാണാം. സ്ഥിരമായിട്ട് കായക്കുത്തരിശ്ശേരി ഉണ്ടാക്കൂ, എൻ്റെ കായക്കുത്തരിശ്ശേരിയുടെ കാര്യം എന്തായി എന്ന് ചോദിച്ചിട്ട് ഇങ്ങനെ കമൻസ് വരും. ആദ്യമൊക്കെ ചെയ്യാൻ വേണ്ടി റിപ്ലൈ കൊടുക്കും, പിന്നെ റിപ്ലൈ കൊടുക്കില്ല. കാരണം ഇത് അന്വേഷിച്ചത് എവിടെയാണ്, ആരുടെ റെസിപ്പിയാണോ ഒന്നും നമുക്കറിയില്ല. ഞങ്ങൾ കേട്ടിട്ടില്ല. നമ്മള് മത്തങ്ങയും പയറും കായും പയറും എരിശ്ശേരി ഒക്കെ കേട്ടിട്ടുണ്ട്. കായക്കുത്തരിശ്ശേരി എന്ന് പറയുന്ന ഒരു സംഭവം, കായരിശ്ശേരി ഉണ്ട്, കായും പയറും കൂടിയിട്ട് വെക്കും. അപ്പൊ ഇപ്പൊ ആള് നാട്ടിൽ വന്നിട്ടുണ്ട്. അപ്പൊ നാട്ടിൽ വന്നിട്ട് ഫോൺ വിളിച്ചു, എന്താ ഞാനിത് എത്ര നാളായി ഈ സാധനം ചോദിക്കുന്നു, നിങ്ങൾ എന്താ വെക്കാത്തേന്ന് ചോദിച്ചിട്ട്. അപ്പൊ ഞാൻ ബിബിന്റെ അടുത്ത് പറഞ്ഞു, സംഭവം നമുക്ക് അറിയില്ല, അതുകൊണ്ടാണ് നമ്മൾ വെക്കാത്തത്. നമ്മൾ ഇങ്ങനത്തെ ഒരു പേരെന്നെ ആദ്യമായിട്ടാണ് കേൾക്കണേന്നു. ഇവിടെ ഞാൻ എന്നിട്ട് അന്ന് പറഞ്ഞ സ്ഥലത്ത് എൻ്റെ അമ്മയുടെ അടുത്ത് അങ്ങനെയൊക്കെ പലരോട് ചോദിച്ചിട്ട്, അപ്പൊ ആരും കേട്ടിട്ടില്ല ഇങ്ങനെ ഒരു സാധനം. അപ്പോ ബിബിൻ പറഞ്ഞു അവന്റെ വല്യമ്മ ഇത് അടിപൊളിയായിട്ട് ഉണ്ടാക്കുന്നു. അങ്ങനെ വെച്ചാൽ റെസിപ്പി വാങ്ങിച്ചിട്ട് ഞങ്ങൾക്ക് അയച്ചു തരും, നമുക്ക് അത് ചെയ്യാമെന്ന് പറഞ്ഞപ്പോ ആള് ഉടനെ തന്നെ വല്യമ്മയുടെ കയ്യിൽ നിന്നും റെസിപ്പി വാങ്ങി അയച്ചു തന്നു. ആ സാധനമാണ് നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്നത്. നോക്കിയിട്ടില്ല ചേട്ടാ, ആദ്യമായിട്ടാണ് നേന്ത്രക്കായാണ് നമ്മള് ഇതിന് ഉപയോഗിക്കുന്നത്. 2 നേന്ത്രക്കായ നമ്മൾ എടുത്തിട്ട് കുറച്ച് ഐറ്റംസ് ആവശ്യമുള്ളൂ. തോലിയോട് കൂടിയിട്ട് ഇത് 4-8 കഷ്ണങ്ങളാക്കും, സരിത കഷ്ണങ്ങളാക്കും. അപ്പൊ നമ്മൾ ആദ്യം തന്നെ 2 നേന്ത്രക്കായ എടുത്തു, അത് അരിയാൻ പോണ്. അതിനൊപ്പം തന്നെ ഒരു പാത്രത്തിൽ വെള്ളം എടുത്തിട്ട് ഇത്തിരി മഞ്ഞപ്പൊടി ഇട്ടേക്ക. അതല്ല, നേന്ത്രക്കായ്ക്ക് കറയിൻ്റെ അവി അത് കളയാനാണ് മഞ്ഞൾപ്പൊടി ഇട്ട് വെക്കുന്നത്. അരിഞ്ഞോ സരിത 4ആയിട്ട് ഇങ്ങനെ ചെറുതായിട്ട് അരിയ സാധാരണ പോലെ. ഇത് വലിയ സംഭവം കൂട്ടാനൊന്നുമല്ല കേട്ടാ, പക്ഷെ കഞ്ഞി കൂടി കുടിക്കാൻ അടിപൊളിയെന്ന് തോന്നുന്നു. എന്നിട്ട് ഇതിനെ ഇനി കനം കുറച്ചിട്ട് അരിയണം. ഇത്ര മതിയാ കനം? ഇത്തിരി കനം കൂട്ട്. ഇത്ര കനം ഇനി കനം കൂട്ടണം. ഇത് എനിക്ക് തോന്നുന്നു അത് ഉടയും തോന്നുന്നുണ്ട്. അതോ ഈ കായ കുത്തരിശ്ശേരി കുത്തി ഉടക്കിയിരിക്കും ചിലപ്പോ അല്ലേ? എന്താണ് ഇങ്ങനെ ഒരു പേര്? മഞ്ഞൾ വെള്ളത്തിൽ ഒരു കായം കൂടി ഇരിക്കാണ്ട് കേട്ടാ. ഇതിൽ നന്നായിട്ട് ഒരു കുറച്ച് നേരം ഇട്ടിട്ട് ഇത് കഴുകിയെടുക്കാട്ടാ. അപ്പൊ നമ്മള് ഈ മഞ്ഞൾ വെള്ളത്തിൽ നിന്ന് കായ വേവിക്കാൻ പോവാണ് കേട്ടാ. വാരിയെടുക്ക. കായ നന്നായി കഴുകിയിട്ടായിരുന്നു ചേട്ടാ, അല്ലാണ്ട് ഇപ്പൊ വിചാരിക്കരുത് ഒരു വട്ടാണ് നമ്മൾ മഞ്ഞൾ വെള്ളത്തിൽ കഴുകിയെന്ന് വിചാരിക്കരുത്. ഇനി ഈ കായലേക്ക് ഒരു 3-4 പച്ചമുളക് അതായിരിക്കില്ല, ഒരു 1/2 ടീസ്പൂണിനേക്കാളും കൂടുതൽ മുളക് പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടി, ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് പൊടിയിട്ടാ, പിന്നെ 2 ഇത് വേപ്പില, കറിവേപ്പിലാട്ടാ. ഇനി ഇതിലേക്ക് വേവാൻ ആവശ്യമായിട്ടുള്ള കുറച്ച് വെള്ളം. നമുക്കിത് വെള്ളം വറ്റിച്ചെടുക്കേണ്ടതാണ് കേട്ടോ. അപ്പോൾ അധികം വെള്ളം ഒഴിക്കേണ്ട, ആവശ്യത്തിന് വെള്ളം ഒഴിച്ചാൽ മതി. ഇനി ഇത് ഇളക്കിയിട്ട് നമുക്ക് അടുപ്പത്ത് വയ്ക്കണം. നമ്മൾ മൂടി വയ്ക്കണമെന്നില്ല ചേട്ടാ. നമ്മളിത് കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ കായ കാരണം അടിയിൽ പിടിക്കും, അപ്പോൾ മൂടി വയ്ക്കുന്നില്ല. മൂടി വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചിലപ്പോൾ മൈൻഡ് ചെയ്യില്ല. ഇത് വേകുമ്പോഴേക്കും നമുക്ക് ഒരു സാധനം വറക്കാണ്ട് അതിന് തീ കത്തിക്കാൻ നമ്മൾ ഒരു പാത്രം അടുപ്പത്ത് വയ്ക്കണം. ഈ പാത്രം ചൂടായി നമ്മളിലേക്ക് കുറച്ച് നാളികേരം കാര്യങ്ങളൊക്കെ ഉണ്ട്, അത് വറക്കാനായിട്ട് ഒരു സ്വല്പം വെളിച്ചെണ്ണ ഒഴിക്കുക. ഇതിലേക്ക് ഒരു വലിയ മുറി നാളികേരം നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട്, അതിലത്തെ ഒരു 3/4 ഭാഗം നമ്മളിതിലേക്ക് ഇടുന്നു. പിന്നെ ചുവന്നുള്ളി അത് വെറുതെ അരിഞ്ഞിട്ട് ഒരു 3-4 കേട്ടോ, അത് ഇരിക്കുന്നു. പിന്നെ ഒരു 1/2 ടീസ്പൂൺ കുഞ്ഞു ജീരകല്ലേ, പെരുംജീരകമല്ല ചെറിയ ജീരകം, നല്ല ജീരകം അതില. പിന്നെ 2 വേപ്പില, കറിവേപ്പില കേട്ടാ. പിന്നെ നമ്മൾ ഒരു 2-3-4 പച്ചമുളക് ഇടുന്നുണ്ട്, അത് സരിതിൽ നിന്ന് നടുന്ന അരിയുണ്ട്, അരി എന്നിട്ടിടാം. ഇതിലാണ്ട് വറുത്തെടുക്കാം. ഇതേ പച്ചമുളക് ഇടുന്നു കേട്ടാ, ചൂനിയമുളക്. അതിനിടയിൽ നമ്മുടെ ഈ സാധനം നോക്കിയാൽ ഇത് കായ വെന്ത് തുടങ്ങിയിട്ടാണ്, നന്നായിട്ട് ഇളക്കിൻ്റെ.
നമ്മുടെ ഈ കായരെ തീ കുറച്ചിട്ടുണ്ട് കേട്ടാ. ഈ മെല്ലെ ഒന്ന് വറ്റി വേവും. അതെ പറയും. ഈ പറക്കണതിലൊക്കെ നല്ല മണം വരുന്നുട്ടാ. വീടുകൾ ചെയ്യാൻ പണി ബന്ധു വരുന്നു. നമ്മള് ഇന്നലെ നമ്മള് വിനീതിന്റെ ചെരുപ്പ് പോയി കാര്യം പറഞ്ഞ് നമ്മള് വെറുതെ കുറച്ചൊക്കെ ചിരിച്ചു. ചിരിച്ചിട്ടാവില്ല കേട്ടാ. ഞങ്ങള് ഒരു 5 മാസം മുമ്പ് 5-6 മാസം മുമ്പ് ഞങ്ങള് ബീച്ചിലേക്ക് ട്രക്കിങ്ങിന് പോയി. നമ്മുടെ ജീവിതത്തിലത്തെ ഒരു വിനീതിന് പോയി. അത് കാടിനറിയാൻ ഞാനും വിനീതും കൂടി, അതായത് 3 പേരെ കാര്യത്തിലാണ്. അത് ഇങ്ങനെ ഒരു പേപ്പർ പരസ്യം കണ്ടു. നിങ്ങൾക്ക് കാട്ടിലൂടെ സഞ്ചരിക്കണം, കാടിനറിയണം എങ്കിൽ തൃശ്ശൂർ പീച്ചി കാടുകളിലൂടെ ഒരു 6 കിലോമീറ്റർ നിന്നുണ്ട്. എത്ര കിലോമീറ്ററാണ്? എത്രയാണ്? 8. അത്ര കിലോമീറ്റർ നമുക്ക് കാട്ടിലൂടെ ഈ മറ്റേ ഗാർഡന്മാരൊപ്പം നമുക്ക് കാടിന് അറിഞ്ഞ് യാത്ര ചെയ്യാന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു സന്തോഷമായി. കാട്ടിലൂടെ നടക്കാറ് ഒരാൾക്ക് 500 രൂപയാണ്. അപ്പൊ ഞാൻ സരിതോട് പറഞ്ഞു നമുക്ക് 2 പേർക്കും ജഗ്ഗു അടക്കാം, പിന്നെ വിനീത് 4 പേർക്ക് പോവാന്ന് പറഞ്ഞു. അപ്പൊ എനിക്ക് അപ്പോഴേ താല്പര്യമില്ല കേട്ടാ, ഇത്ര ദൂരം നടക്കണ്ടേ. അത് കാട്ടി കൂടെ നിരപ്പായ വഴിയൊന്നല്ലല്ലോ. അപ്പൊ എന്തായാലും വയ്യാണ്ടാവും എനിക്കറിയാം. അപ്പോൾ ഞാൻ പറഞ്ഞു അയ്യോ അപ്പം എന്തുണ്ടായെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് എൻ്റെ അടുത്ത് പറയണേലും മുന്നേ വിനീതിനെ വിളിച്ചിട്ട് ചേട്ടൻ അവിടെ സിറ്റ് ഔട്ടിൽ ഇരുന്നിട്ട് ഇതിനെ ഭയങ്കര ഘോരം പ്രസംഗിക്കണം ഇതിനെ കുറിച്ചിട്ട്. അപ്പോൾ പറയണതൊക്കെ കേട്ടിട്ട് ജഗ്ഗു ഓടി വന്നിട്ട് എൻ്റെ അടുത്ത്, ഞാൻ അടുക്കളയിൽ എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു, അമ്മ ഏതൊരു കാട്ടിലേക്ക് പോണ കാര്യമൊക്കെ അച്ഛൻ വിനീത് ചേട്ടൻ ഫോൺ വിളിച്ച് പറയുന്നുണ്ട്. അപ്പൊ വിനീത് ചേട്ടൻ ചോദിക്കുന്നുണ്ട് സരിതേച്ചിക്കൊക്കെ പറ്റുമോ ചേട്ടാ ചോദിക്കുന്നുണ്ട്. അപ്പൊ അച്ഛൻ പറയണ് സരിത വയ്യാണ്ടായ ഞാൻ അവളെ എടുക്കും എന്നൊക്കെ പറയുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞു എന്നോട് വന്നിട്ട്. അപ്പൊ ഞാൻ പറഞ്ഞു നന്നായി, അച്ഛനെ എടുക്കണം, അച്ഛനെ നമ്മൾ 2 പേരും കൂടി എടുക്കണ്ടേ എന്ന് പറഞ്ഞു. അതിന് ഫോണൊക്കെ വെക്കലേണ്ടാണ് എന്നോട് ഒന്ന് പറയണത്. അപ്പൊ തന്നെ ഞാൻ പറഞ്ഞത് കാട്ടി കൂടെയല്ലേ പോണേ. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ പോവാൻ വേണ്ടി ചെന്നിരുന്നെങ്കിലും പോവാൻ പറ്റുമായിരുന്നില്ല. പെണ്ണുങ്ങളെയും കുട്ടികളെയും സമ്മതിക്കണില്ല അവർക്ക് ക്ഷീണാവെന്ന് അറിയാം. അതുകൊണ്ട് അപ്പോൾ പറ്റും തോന്നുള്ളൂ ചേട്ടാ അത്ര ദൂരം. അതായത് 8 കിലോമീറ്റർ ചെന്ന് കഴിഞ്ഞാൽ കുതിരാന്റെ അവിടേക്ക് അങ്ങോട്ട് എത്താം. 6 കിലോമീറ്റർ അങ്ങോട്ട് 6 കിലോമീറ്റർ തിരിച്ച് അപ്പൊ അവിടെ ചെന്ന് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അവിടെ നിന്ന് ബസ് കയറി തിരിച്ചിങ്ങോട്ട് വരാം. അങ്ങനെയാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അല്ലേ? അങ്ങനെ ഞാനും വിനീതും കൂടി പോയി. ഞങ്ങളൊരു ഫോൺ വിളിച്ചിട്ടുണ്ടായിരുന്നു. അവർക്ക് വിളിച്ച് പറഞ്ഞു ഈ ഭക്ഷണം അധികം കഴിക്കണ്ട, കാരണം ഇത്ര ദൂരം നടക്കുന്നതല്ല, നമുക്ക് ഭക്ഷണം കഴിച്ചാൽ വയറൊക്കെ കൊടുത്ത് ഞാൻ ഭക്ഷണം കഴിക്കാണ്ട് പോകണേ. നേരത്തെ പോയപ്പോ ഞാൻ പറഞ്ഞു ചോറ് പിടിച്ചോന്ന് പറഞ്ഞപ്പോ ചോറിന്റെ ആവശ്യമൊന്നുമില്ല, അവിടെ ഹോട്ടലുണ്ടോ കുതിരാനില് വരെ നടന്നെത്തി കഴിഞ്ഞാൽ പിന്നെ ഹോട്ടലിൽ ഏതെങ്കിലും ഒരു ഫുഡ് കഴിച്ചിട്ട് ഞങ്ങൾ പോന്നോളാന്ന് പറഞ്ഞു. ഞാൻ പറയാം എങ്ങാനും വല്ല ഹോട്ടലുകൾ ഇല്ലെങ്കിലോ ചോറ് ചേട്ടൻ പൊതി കൈ പിടിച്ചോ എന്ന് പറഞ്ഞിട്ട് അപ്പം തന്നെ തലേദിവസം തന്നെ വേഗം മീനൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്ന് മീൻ കറി വറ്റിച്ചൊക്കെ വെച്ച് പിറ്റേ ദിവസം ചോറൊക്കെ പൊതിഞ്ഞ് കൊണ്ടുപോയി. അപ്പൊ ഞാൻ പീച്ചിയില് അവിടെ ഇത് കായ നോക്കിയ വെന്ത് കണ്ടാ വറ്റി തുടങ്ങി കണ്ടാ. അപ്പൊ നമുക്ക് ഇതിന്റെ തീ ഓഫ് ചെയ്യാം. അടിപൊളി. അവിടെ നിന്ന് ഞാൻ പീച്ചിയിൽ തന്നെ അവിടെ ഡാമിന്റെ തൊട്ടടുത്തുള്ള ചായകടിന്റെ അവിടെ നിന്ന് 2 ഉഴുന്നോട വീതമല്ലേ, 2 ഉഴുന്നോട വീതം കഴിച്ചു. ഇത് ചായ കുടിച്ചു, ഞാൻ വെള്ളം മാത്രം കുടിച്ച് ഞങ്ങളുടെ അവിടെ ചെന്ന് കുറെ പേരുണ്ട്. തുടക്കം പോകുമ്പോ ക്യാമറ ബാഗ് വിനീതിന്റെ കയ്യിലും മറ്റേ ചോറ് വെള്ളം അതിന്റെ ഒക്കെ ബാഗ് ചേട്ടൻ്റെ കയ്യിലായിരുന്നു. പിന്നെ കുറച്ച് ദൂരം നടന്നപ്പോ ചേട്ടൻ അതിൽ പറയുന്നുണ്ട് വീഡിയോയില് ഞാനേ ബാഗ് എക്സ്ചേഞ്ച് ചെയ്തു, കല്ലുള്ള ബാഗ് ഞാൻ വിനീതിന് കൊടുത്തു. ചെറുപ്പക്കാർക്ക് ചോദിക്കാനും പറയാൻ ആരില്ലോ
ഇവര് പ്രതീക്ഷിച്ച ഒരു കാടൊന്നല്ല കാണാൻ നമ്മളാ അതില് കാണാലോ. അതായത് മരങ്ങളൊക്കെ ഇല പൊളിച്ച് ഉണങ്ങി കടിച്ച് കിടക്കണ പറമ്പി കൂടെ നടക്കണ പോലെയാണ് അല്ലേ? ആ വീഡിയോ കാണുമ്പോ തന്നെ കാടിന്റെ സൗന്ദര്യം ഒന്നും നമുക്ക് തോന്നുന്നില്ലേ. ഞങ്ങളാണെങ്കിൽ ഷൂട്ട് ചെയ്യും വേണല്ലോ. കുറെ പേര് കുറെ ടീമുകളുണ്ട്, അവരൊക്കെ നടക്കുന്നുണ്ട്. അതിൻ്റെ ഒപ്പം കാടുകൾ നടക്കുന്നുണ്ട്. കാടുകൾ നമ്മളെയൊക്കെ നോക്കി നടക്കുന്നുണ്ട്. ഇല്ല, മൃഗങ്ങളൊന്നും പരിചയ സ്ഥലങ്ങളല്ലേ, അവർക്ക് മാത്രം ഇതിൻ്റെ ഉള്ളിൽ അകപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പുറത്തേക്ക് വരത്താൻ അറിയുള്ളൂ, നമുക്ക് അറിയില്ല, വഴികൾ അറിയില്ല. അപ്പം ഞങ്ങൾ നടന്നപ്പോൾ ഒരു ടീമുകളായിട്ട് ഇങ്ങനെ ഞങ്ങൾ രണ്ടുപേരും ഇങ്ങനെ ഏറ്റവും ബാക്കിലായി ഇപ്പോൾ കുറേ പേര് മുന്നിലായി. അവരാണെങ്കിൽ വേഗത്തിൽ നടന്നിട്ട് അവർ ഷൂട്ടിങ് കാര്യത്തില്ല, ക്യാമറയൊക്കെ ഉണ്ട്, മൊബൈലൊക്കെ ഉണ്ട്. അവർ വേഗം നടന്നിട്ടുണ്ട്. അവർ ഒരു സ്ഥലത്ത് ഇരുന്നിട്ട് വിശ്രമിക്കും, ഞങ്ങളെ മരുന്ന് നോക്കിയിട്ട്. ഞങ്ങൾ ഇങ്ങനെ ആവശ്യമായിട്ട് ഇങ്ങനെ അവിടേക്ക് എത്തുന്ന വഴിക്ക് അവർ നമ്മളെത്തിയില്ലോ, അവര് ഒപ്പം നടക്കും. ഞങ്ങൾക്ക് വിശ്രമിക്കാൻ സമയം സമയമില്ല. ഞങ്ങളാണെങ്കിൽ അപ്പൊ ഇടയ്ക്ക് ഈ ആലുവയെന്ന് ഇവരൊക്കെ വന്നുള്ള 2-3 ഇവരുണ്ട്. അവർ യൂട്യൂബേഴ്സ് ക്ഷീണിച്ചോ ചോദിക്കും. അപ്പൊ ഞങ്ങൾക്ക് ക്ഷീണിച്ചിട്ടൊന്നുമില്ല, ഞങ്ങൾ ക്ഷീണിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് നാണക്കേടായാലോ. ഞങ്ങൾ നിങ്ങളുടെ ഒപ്പം തന്നെ ഉണ്ട് എന്നുള്ള ലെവലിൽ ഞങ്ങൾ നടന്നു. കുതിരാനത്ത് ഇപ്പോൾ അകലെന്ന് കാണാം, കുതിരാനത്ത് 20 അകലെ കാണാം. പിന്നെ കുറെ വഴി പോകണം. ഞങ്ങൾക്ക് കുതിരാനിലേക്ക് എത്തിയിട്ട് പിന്നെ അവിടെ ബസ് കയറിയിട്ട് വേണമെങ്കിൽ വീട്ടിൽ വരാം. അല്ലെങ്കിൽ പിന്നെ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിങ്ങനെ റൗണ്ട് അടിച്ചിട്ട് അങ്ങോട്ട് നേരെ വീണ്ടും എത്താൻ ടീച്ചിലേക്ക് 8 കിലോമീറ്റർ നടന്നു വരാം. എല്ലാവരും നടക്കണം. അപ്പൊ ഞങ്ങൾക്ക് മോശമല്ലേ, ഞങ്ങൾ നടന്നില്ല, ഇവരൊപ്പം പോയില്ലെങ്കിൽ. പിന്നെ അതിൽ കുറച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചോറിട്ട് നമുക്കത് ഈ റിസർവറിലാണ്ട് കുളിച്ച് ഉഷാറായി കഴിഞ്ഞിട്ട് പിന്നെ ഇതിൻ്റെ ഇരട്ടി എനർജി കിട്ടും നമുക്ക്. പിന്നെ ഇങ്ങനെ നടന്നിട്ടാണ് ചോദിച്ചു. അങ്ങനെ ചോറിനാണെങ്കിൽ നിർത്തില്ല, നടന്ന് ഇതൊക്കെ ഇല്ലേ എന്ത് പരിപാടി. കാർജനിങ്ങ ഞങ്ങള് രണ്ടുപേരും നിരന്തരം നടന്നുകൊണ്ടിരിക്കുക, ഞങ്ങൾക്ക് വിശ്രമമില്ല. വീഡിയോ എടുക്കലും വിവരിക്കലും കൂടി വർത്താനം പറയുമ്പോൾ നമുക്ക് ക്ഷീണം കൂടാണ്. ചോറ് പൊടിയിലൊക്കെ ലോഡാണെങ്കിൽ ഈ ഇത് ലോഡ് കൂടി വരെ. കാരണം ഞങ്ങൾക്ക് ക്ഷീണം കൂടുന്തോറും ഇതിന്റെ അതായത് പുഴ ഈ റിസർവോയറിന്റെ തീരത്ത് നല്ല പറ്റിയ സ്ഥലം കാണുമ്പോൾ അവിടെ ഇരിക്കാന്ന് പറഞ്ഞിട്ട് അങ്ങനെ അപ്പൊ ഏറ്റവും വലിയ കോമഡി ഓരോ സ്ഥലം കാണുമ്പോൾ ചേട്ടൻ പറയും ഇത് ഇവിടെ അടിപൊളി സ്ഥലമാണോ, ഇവിടെ ഇരിക്കാലോ എന്ന് പറയും. അപ്പൊ അവര് പറയും ഇതല്ല വേറെ സ്ഥലം, നല്ല സ്ഥലം അവിടെ ഇരിക്കാന്നൊക്കെ പറഞ്ഞിട്ട്. ഒരു മിനിറ്റ്, പിന്നെ ഇതായി നമുക്കിത് തീ ഓഫ് ചെയ്തിട്ട് ചെറുതായിട്ടൊന്ന് അരയ്ക്കാം മിക്സിയിൽ. ചൂടാറിയിട്ട് മിക്സിയിലൊന്ന് ചെറുതായിട്ട് അരച്ചെടുക്കാം, അധികം അരയരുത്. ഇത് വാരി തിന്നാൻ തോന്നല്ലോ. നേരത്തെ പറഞ്ഞ കായ വെന്ത് തിന്നും. ഇതേക്കണ്ട, അധികം പൊടിയരുത്, ജസ്റ്റ് ഇങ്ങനെ ചതയാനെ പാടുള്ളൂ കേട്ടാ. ഇനി അത് നമ്മുടെ ഈ കായ വേവിച്ചിരിക്കാൻ ഇടുന്നു കേട്ടാ. ഇത് ഇളക്കണോ. ഇപ്പോഴന്നെ ഗംഭീരമായ മണം, കൊതിയവ. ഇപ്പോഴൊക്കെ ഉപ്പൊക്കെ നമുക്ക് നോക്കാട്ടാ. ചെറുതായിട്ടും തീ കത്തിയാം, സിമ്പിളിട്ടാ മതി. ഇതിപ്പോൾ നന്നായി വറ്റിയിട്ടാ. അപ്പോൾ നമ്മൾ തീ ഓഫ് ചെയ്യണു. ഇനി നമ്മൾ കാച്ചാൻ പോവാണ്, വറുത്തിടാൻ പോയിലേക്ക് കടുക് വറുത്തിടാൻ പോവാ. അപ്പം അതിന് വേണ്ടിയിട്ട് ഒരു പാത്രം അടുപ്പത്ത് വെച്ചിട്ട് നമ്മൾ വെളിച്ചെണ്ണ തിരൊഴിച്ചു. വെളിച്ചെണ്ണ ചൂടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് കടുക് പൊട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചുവപ്പ് മുളക് അല്ല വറ്റമുളക് അതിടാ. വേപ്പിലിടാ. പിന്നെ ഒരു നാളികേരം ബാക്കി വെച്ചിട്ടില്ലേ, അത് മുഴുവൻ വേണ്ട, കുറച്ച് നാളികേരം, ഒരു 2-3 ടീസ്പൂൺ നാളികേരം. എന്നിട്ടുണ്ടായേ ഞങ്ങൾ അവസാനം 1:45 ഭക്ഷണം കഴിച്ചു. അപ്പൊ വിനീതൊക്കെ നടക്കുന്ന എങ്ങനെയോ നമ്മുടെ ചെറിയ ടോം മറ്റേനോട് ഇതൊക്കെ ഇട്ട് തോറ്റിട്ട് മറ്റേ ഇങ്ങനെ വലിച്ചു വരില്ല, ഇങ്ങനെ ഞാൻ കാണിച്ചല്ല. ഞങ്ങള് വീട്ടിലെത്തി. വീട്ടിലേക്ക് ഞാനകത്തിരിക്കുക, ചേട്ടൻ വീട്ടിൽ വന്നു. വീട്ടിൽ കയറി വന്നു, ചേട്ടൻ്റെ മുഖമൊക്കെ ഇങ്ങനെ വലിഞ്ഞു മുറുകി, കാണുന്നതൊക്കെ ദേഷ്യം, എല്ലാത്തിനോടും ദേഷ്യം.
കാട്ടിലൊക്കെ പോയി നല്ല മനസ്സൊക്കെ നല്ല ശാന്തമായി നല്ല ശുദ്ധമായി ശ്വസിച്ച് നല്ല ഇതിൽ വരുന്നതിന് വരെ മൂക്കൊക്കെ കറുത്ത് കരിവാളിച്ച് ഇങ്ങനെ വരുന്നുണ്ട്. അവനെ വിനീതോ ചോദിച്ചു, വിനീതിന്റെ ഇടയ്ക്കല്ലേ വിനീത് ഞാൻ വഴിക്ക് പോയാ ചോദിച്ചു. അപ്പോ ഉണ്ട് സിറ്റ് ഔട്ടിൽ എന്നൊരു എന്താ പറയാ ഒരു ഞരക്കം പൊളിച്ച് കേൾക്കുന്നുണ്ട് സിറ്റ് ഔട്ടിൽ. വിനീത് സിറ്റ് ഔട്ടില് ചവിട്ട് പടിയുമ്പോ തന്നെ ഇങ്ങനെ കേട്ടിട്ടുണ്ട്. കേറാനൊന്നും വയ്യ അല്ലേ വിനീത്? ഓർമ്മയുണ്ട് പക്ഷെ ഞങ്ങള് സരിതരടുത്ത് ഇതെന്ന് പറഞ്ഞ ക്ഷീണുണ്ട്. കാട്ടി നമ്മളെ ക്ഷീണം കാണിക്കാണ്ടിരിക്കും. പക്ഷെ ഞങ്ങള് ഇതിന്റെ ബുദ്ധിമുട്ടുകളെ പറ്റി ഒന്നും പറഞ്ഞില്ല. ഇനി ചേട്ടൻ വന്ന ആദ്യം പറഞ്ഞ വാചകത്, ഇനി എന്റെ ജീവിതത്തില് ഇങ്ങനത്തെ ഒരു ട്രക്കിംഗ് എന്ന് പറയുന്ന ഒരു സാധനം ഫ്രീ ആയിട്ട് കാശില്ലാണ്ട് ഫ്രീ ആയിട്ട് കൊണ്ടുപോകാന്ന് പറയുന്നത് ഞാൻ പോയില്ല. ഇനി മടുത്തു മനുഷ്യൻ. അതാണ് ആയതന്നെ എന്ന് പറഞ്ഞത്. ഞാൻ പറഞ്ഞു ഞാനും കൂടെ വന്നെങ്കിൽ നന്നായനല്ലേ എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് പിന്നെ 3-4 ദിവസം കഴിഞ്ഞപ്പോഴേ ശരീരവേദന തുടങ്ങിയൊക്കെ ഭയങ്കര വേദന എല്ലാ സ്ഥലത്തും. 3-4 ദിവസമല്ല, പിറ്റേ ദിവസം തുടങ്ങിയില്ലേ ശരിക്കും വേദന 3-4 ദിവസം എത്തി. ആഴ്ചയിൽ വിനീതിനോട് നമ്മുടെ കഴിഞ്ഞപ്പോ പിന്നെ വിനീതിന്റെ ബാഗ് വെയിറ്റ് കുറഞ്ഞിട്ടുണ്ടാവും അല്ലേ വിനീത്? അപ്പൊ ചേട്ടൻ വീണ്ടും ബാഗ് എക്സ്ചേഞ്ച് ചെയ്താ? വീണ്ടും എക്സ്ചേഞ്ച് ചെയ്താ. പിന്നെ എക്സ്ചേഞ്ച് ചെയ്ത ആവശ്യമില്ല. പിന്നെ എന്റെ ബാഗിനെ കാണാൻ കൂടുതൽ അത് കാരണം അത് അവന് കൊടുത്തു. ഇനി ഞാൻ വേണമെങ്കിൽ ആ ബാഗ് പിടിക്കാന്ന് പറഞ്ഞേ. അത് കഴിഞ്ഞിട്ട് നമ്മുടെ വിനീത വില 3 കാര്യം നമുക്കൊന്ന് പോവാന്ന് പറഞ്ഞ വിനീത് പറയും ഞാൻ ചേട്ടാ ഒറ്റയ്ക്ക് പൊക്കോ. ആ ലെവലിലായി ഇതൊക്കെ. ഇവിടെ ചുറ്റുവട്ടത്തൊക്കെ ഫ്ലാറ്റുകളുണ്ട്. 2-3 ദിവസമായിട്ട് അടുപ്പിച്ച് നമ്മൾ ഈ ലൈറ്റ് ഒക്കെ വെച്ചിട്ട് ഷൂട്ടിങ് കാണുമ്പോൾ അവരൊക്കെ വിചാരിക്കുന്നത് അതിലൂടെ എന്തിട്ടാണോ നടക്കണേ. അവരൊക്കെ ജനലിലൂടെ ഓരോ രൂപങ്ങൾ കാണാം ജനലിൻ്റെ അവിടെ വന്ന് നോക്കണത്. പക്ഷേ നമുക്ക് മനസ്സിലാവില്ല എന്തൊരു സംഭവം എന്നുള്ളത്. തീ ഓഫ് ചെയ്യണോട്ടാ. ഇനി ഇത് നമ്മള് ഇതിരിക്കാൻ ഇടണം. അപ്പോൾ കാച്ചാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ കുറച്ച് പണികളുണ്ട്. ഒരു സൂപ്പർ കൂട്ടാൻ തന്നെയാട്ടത്. കണ്ടതനറിയാം. കിടിലോൾ കിടില മിന്നിച്ചുണ്ട്. ഞങ്ങൾ ആദ്യമായിട്ട് വയ്ക്കുന്നത്. അപ്പൊ ബിബിന് വലിയൊരു നന്ദി പറയാണ്. ബിബിൻ വെറുതെ അല്ല നമ്മളോട് ഇങ്ങനെ വെക്കി എന്ന് പറഞ്ഞോടത്. ടേസ്റ്റ് ചെയ്യാണ്ട് തന്നെ നമുക്കിത് കാണുമ്പോ തന്നെ അറിയാം നല്ല ടേസ്റ്റാണ്. ഇതില് ചേനയും പിന്നെ ഇത്തിരി മധുരട്ട് കഴിഞ്ഞാൽ മറ്റേ കൂട്ടുകറി ഈ ലെവലിലല്ലോ വെക്കുക. കൂട്ടുകറി സിമ്പിളാണ് വെക്കുന്നത്. നമ്മളെ കൂട്ടാൻ ഇതിലേക്ക് പ്ലേറ്റിലേക്ക് പകർത്തണം കേട്ടാ. പകർത്താണ്. അപ്പോൾ നമ്മുടെ സബ്സ്ക്രൈബർ പറഞ്ഞെന്നല്ലാതെ ഒരു കിടിലൻ കൂട്ടാൻ നമ്മൾ രംഗത്തിറക്കിയാണ് കേട്ടാ. ആഹാ. കൊടുങ്ങല്ലൂരുള്ള ബിബിൻ പറഞ്ഞു തന്നിട്ടുള്ള കുറേ നാളുകളായിട്ട് ശല്യം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു റെസിപ്പി ഇരുന്നത് ബിബിൻ. പക്ഷേ അതൊരു ഇത്രയും നല്ല സാധനമായിരുന്നു. ഞാൻ ടേസ്റ്റ് ഇല്ല, കണ്ടു കഴിഞ്ഞാൽ തന്നെ സൂപ്പറാണെന്നറിയാം. ഇത് കൂട്ടിയിട്ട് ചോറിനൊന്നും പറ്റില്ല കേട്ടാ. സൈഡ് ഡിഷായിട്ട് വേറെ ഇപ്പൊ സാമ്പാറൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊരു ഇതായിട്ട് സൈഡ് ഡിഷായിട്ട് സദ്യക്കൊക്കെ നമുക്ക് ചെയ്യാം. ഈ സാധനം അങ്ങനെ തന്നെ അടിയിലേക്ക് കൊണ്ടുപോകണം. ഞങ്ങൾക്ക് എല്ലാവർക്കും കൂടി ഞങ്ങളിപ്പോ ചോറിനാകുമ്പോ സമയം എത്ര മണി? 8 മണി കറക്റ്റ്. രാത്രി 8-10. അടിപൊളി കൂട്ടാൻ. വിനീതിനെ ഈ സൈഡിൽ നിന്ന് കഴിച്ചിട്ട് പോവാം. ചോറിട്ട് പോയാൽ മതി. അപ്പൊ നമുക്ക് ഇങ്ങനത്തെ കുറെ റെസിപ്പികൾ ആളുകൾ പറഞ്ഞിട്ടുണ്ട്. കുറെ പഴക്കമുള്ളതും കുറെ പഴക്കമില്ലാത്തതായിട്ട് കണ്ടമാന റെസിപ്പികൾ ഇങ്ങനെ മെയിൽ ചെയ്ത് തന്നിട്ടുണ്ട്. നമ്മളതൊക്കെ മെല്ലെ ചെയ്യും. എല്ലാവരും എടുത്തു വെച്ചിട്ടുണ്ട്. നമ്മൾ തീർച്ചയായും ചെയ്യും. ഒരു അടിപൊളി ബീഫിന്റെ കോഴിക്കോടൻ ബീഫിന്റെ റെസിപ്പി, എന്താ ബീഫ് ചുട്ടതാ, അങ്ങനത്തെ ഒരു റെസിപ്പി പറഞ്ഞു തന്നിട്ടുണ്ട്. അത് ചെയ്യണം. അത് ഗംഭീര റെസിപ്പി തന്നെയാണ്. ഞാനത് നോക്കി. അപ്പൊ നമ്മൾ നിർത്താണ്. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ നന്ദി, നമസ്കാരം.